പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. ഉപയോഗശേഷമുള്ള മാസ്കുകളും പ്ലാസ്റ്റിക് കുപ്പികളും അടക്കമുള്ളവയാണ് പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞിരിക്കുന്നത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. ഉപയോഗിച്ച ശേഷമുള്ള മാസ്കുകളും പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ളവയും പലയിടങ്ങളിലായി വലിച്ചെറിയുകയാണ്. ഉപയോഗശേഷമുള്ള മാസ്കുകൾ വഴിയോരങ്ങളിൽ വലിച്ചെറിയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. മെഡിക്കൽ കോളേജിന്റെ പല ഭാഗത്തും മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. മിനറൽ വാട്ടർ ബോട്ടിലുകളും ഐസ്ക്രീം പാക്കറ്റുകളും ഉൾപ്പെടെ ഇവിടെ പലയിടത്തും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം പാഴ്സൽ വാങ്ങി കഴിച്ച ശേഷം അവ വേസ്റ്റ് ബിന്നിൽ ഇടാതെ വലിച്ചെറിയുന്നതും പതിവായിരിക്കുകയാണ്. അതിനാൽ തെരുവുനായ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. ആശുപത്രി പരിസരം അനുദിനം മാലിന്യങ്ങളാൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി ബ്ലോക്കിന് സമീപം മലിനജലം കെട്ടിക്കിടന്ന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ദുരിതമായി തീർന്നത് കണ്ണൂർ വിഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ പരിസരം ശുചീകരണം നടത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജിന്റെ പരിസര പ്രദേശങ്ങൾ ഉപയോഗശൂന്യമായ മാസ്കുകള്, വെള്ളക്കുപ്പികള്, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അടക്കം വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏക്കറക്കണക്കിന് വിസ്തീർണമുള്ള മെഡിക്കൽ കോളേജിന്റെ പരിസര പ്രദേശങ്ങൾ മുഴുവൻ മാലിന്യ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ആ വേസ്റ്റുകളൊക്കെ ഉപയോഗത്തിന് കഴിഞ്ഞ സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് തെരുവുനായ ശല്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആ നാട്ടില് രോഗികൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അതിന് എത്ര അടിയന്തരമായ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.